അന്താരാഷ്ട്ര നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും ഇന്ത്യയിൽ വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റിനും വഴി തുറന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ US അംബാസിഡറായ സെർജിയോ ഗോർ സാമ്പത്തിക ഉച്ചകോടിക്കിടെ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ നയതന്ത്ര വിദഗ്ധരെ ഞെട്ടിച്ചിരിക്കുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ഇന്ത്യ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു അത്രേ. ഇന്ത്യയുടെ ആ ഒരൊറ്റ കണ്ടീഷൻ ആദ്യം അംഗീകരിച്ച ട്രംപ് പക്ഷേ ഉച്ചകോടി തുടങ്ങിയതും ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് ഒറ്റ ചോദ്യം ചോദിച്ചു, എനി ക്വസ്റ്റ്യൻസ്, അഥവാ ചോദ്യങ്ങൾ വല്ലതുമുണ്ടോ. തുടർന്ന് നടന്നത് പദ്ധതിയിട്ട ഒരു സാധാരണ വാർത്താ സമ്മേളനമല്ല, മറിച്ച് 45 മിനിറ്റ് നീണ്ട അൺസ്ക്രിപ്റ്റഡ് പ്രസ് മീറ്റാണ്. ഈ നയതന്ത്ര സംഭവ വികാസങ്ങൾക്ക് പിന്നിലെ ശരി എന്താണ് വിശദമായിട്ട് പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ ഫ്രാൻസിലെ ഇവിയനിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നത്. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഗ്രീൻ റൂമിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അംബാസിഡർ സെർജിയോ ഗോറും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ചർച്ചയിൽ ഇന്ത്യ എന്തൊക്കെ വിഷയങ്ങളാണ് ഉന്നയിക്കുക എന്ന് ട്രംപ് ചോദിച്ചപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രത്യേക അപേക്ഷ മുന്നോട്ട് വെച്ചതായി ഗോർ ട്രംപിനെ അറിയിച്ചു. ഇന്ത്യയുടെ അപേക്ഷ ഇതാണ്: മാധ്യമങ്ങളെയും ക്യാമറകളെയും പ്രവേശിപ്പിക്കാം, എന്നാൽ ചോദ്യോത്തരങ്ങൾ അനുവദിക്കരുത്, നോ ക്വസ്റ്റ്യൻസ് ഫോർമാറ്റ്. അതായിരുന്നു ട്രംപിന്റെ മറുപടി. ഇങ്ങനെയാണ്: തീർച്ചയായും അതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് ട്രംപ് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ മിനിറ്റുകൾക്കകം ഇരുവരും ഹാളിലേക്ക് കടന്നു. മോദിയും ട്രംപും മാധ്യമങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ സ്വാഗത പ്രസംഗം നടത്തി. പ്രസംഗം അവസാനിച്ച നിമിഷം ബാക്ക് സ്റ്റേജിലെ കരാറുകൾ മുഴുവൻ മറന്ന് ട്രംപ് നേരെ ക്യാമറയിലേക്ക് നോക്കി മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, ചോദ്യങ്ങൾ വല്ലതുമുണ്ടോ. ട്രംപിന്റെ ഈ ഒറ്റ ചോദ്യത്തോടെ രംഗമാകെ മാറിമറിഞ്ഞു. അരമണിക്കൂറിലധികം നീണ്ടുനിന്ന വൻ ചോദ്യോത്തരവേളയായി ആ ഒരു കൂടിക്കാഴ്ച മാറിയെന്ന് സെർജിയോ ഗോർ വ്യക്തമാക്കുന്നു. ഈ പ്രസ് മീറ്റിലുടനീളം നിർണായകമായ പല വിഷയങ്ങളും മാധ്യമങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വിഷയമാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയം പ്രധാനമന്ത്രി മോദി ട്രംപിന് മുന്നിൽ ഉന്നയിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് മോദി ആവശ്യപ്പെടുമ്പോൾ നാവിക ജോലി എന്നത് കഠിനമായ ഒന്നാണ് എന്ന മട്ടിലാണ് ട്രംപ് അതിനോട് പ്രതികരിച്ചത്. 2 സുരക്ഷാ ഗ്യാരണ്ടിയാണ്. ഇന്ത്യക്ക് നേരെ മറ്റൊരു രാജ്യം ആക്രമണം നടത്തിയാൽ അമേരിക്ക ഒപ്പം നിൽക്കുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. 3ാമത്തേത് വ്യാപാര കരാറുകളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $20 ബില്യൺ നിന്ന് $240 ബില്യൺ ഉയർന്ന കാര്യവും പുതിയ വ്യാപാര കരാറുമായി മുന്നോട്ടു പോകുന്ന വിവരവും ഇരുവരും പങ്കുവച്ചു. വിദേശകാര്യ മന്ത്രാലയം എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വേണ്ട എന്ന് വെക്കാൻ നിർബന്ധിതരായത് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. സാധാരണയായി വിദേശ നേതാക്കളുമായിട്ടുള്ള ഉച്ചകോടിയിൽ നേരത്തെ തീരുമാനിച്ച സ്ക്രിപ്റ്റഡ് വിഷയങ്ങൾക്ക് പുറത്ത് അനാവശ്യമായ ചോദ്യങ്ങൾ വരുന്നത് നയതന്ത്ര ചർച്ചകളുടെ സ്വഭാവത്തെ ബാധിക്കാറുണ്ട്. ഇന്ത്യൻ പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത്. എന്നാൽ നയതന്ത്ര ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം അനുസരിച്ച് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രതികരണങ്ങൾ ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ അനാവശ്യ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് ഇത്തരമൊരു ഫോർമാറ്റ് വിദേശകാര്യ മന്ത്രാലയം മുൻകൂട്ടി ശുപാർശ ചെയ്തത്. ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ ഒരു നിലപാട് മാറ്റം ഇന്ത്യക്കൊരു തിരിച്ചടിയാണ്. സാങ്കേതികമായി നോക്കിയാൽ ട്രംപ് ഇന്ത്യയുടെ അഭ്യർത്ഥന ലംഘിച്ചുവെങ്കിലും ആ പ്രസ് മീറ്റിൽ വെച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാണെന്നാണ് തെളിഞ്ഞത്. അടുത്തിടെ നടന്ന സംഭവ വികാസങ്ങൾ നോക്കിയാൽ US അംബാസിഡർ സെർജിയോ ഗോർ ശ്രീനഗർ സന്ദർശിക്കുകയും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ പാകിസ്ഥാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയെങ്കിലും അമേരിക്ക അത് പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രസ് മീറ്റിലെ ഈ ഒരു ചെറിയ സർപ്രൈസ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ആഴത്തിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നയതന്ത്ര തലത്തിൽ ഇന്ത്യ നിശ്ചയിച്ച നോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ട്രംപ് ഒരു നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിയെങ്കിലും അതിലൂടെ പുറത്തു വന്നത് ആഗോള പ്രാധാന്യമുള്ള പല വിവരങ്ങളുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.